ചില ക്ഷണങ്ങൾ, ചില സ്ഥലങ്ങൾ, അവ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെണികളാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ മരണം തന്നെ നിങ്ങളെ ആ ഇടങ്ങളിലേക്ക് മാടി വിളിക്കുകയാവാം. ബുദ്ധിയുള്ളവൻ അപകടങ്ങളെ ദൂരെ നിന്നു തന്നെ തിരിച്ചറിയുന്നു എന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ സ്വന്തം അത്യാഗ്രഹമോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മധുരവാക്കുകളോ നിങ്ങളെ ഒരു ചതിക്കുഴിയിലേക്ക് നയിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ഇത് വെറുമൊരു വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതത്തെ തകർത്തേക്കാവുന്ന 7 മഹാസത്യങ്ങളുടെ വെളിപ്പെടുത്തലാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചാണക്യൻ വിലക്കിയ ആപത്തുകൾ ഒളിഞ്ഞിരിക്കുന്ന 7 സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഈ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനു മുൻപ് 1000 വട്ടം ചിന്തിക്കുക. നമുക്ക് തുടങ്ങാം. 1. നിങ്ങളോട് അസൂയയുള്ളവന്റെ വീട്. നിങ്ങളോട് ഉള്ളിൽ പകയോ അസൂയയോ കൊണ്ടുനടക്കുന്ന ഒരാൾ നിങ്ങളെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ ജാഗ്രത പാലിക്കുക. അവർ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് നിങ്ങളെ മാനസികമായി തളർത്താനോ നിങ്ങളുടെ വീഴ്ചകൾ കണ്ടെത്താനോ ആയിരിക്കും. ചാണക്യൻ പറയുന്നു, ശത്രുവിന്റെ സൗഹൃദത്തേക്കാൾ അപകടകരമായി മറ്റൊന്നുമില്ല. അവർ നിങ്ങളെ അവരുടെ അധികാരമോ സമ്പത്തോ കാട്ടി നിസ്സാരനാക്കാൻ ശ്രമിക്കും. ഇത്തരം ക്ഷണങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനുള്ള ഒരു മനഃശാസ്ത്രപരമായ കെണിയാണ്. നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് പണയപ്പെടുത്താൻ ഒരിക്കലും നിൽക്കരുത്. 2. ചൂതാട്ടവും മദ്യശാലകളും. തുടക്കത്തിൽ വളരെയധികം ആകർഷകമായി തോന്നുന്ന ഇടങ്ങളാണിവ. എന്നാൽ ഇതൊരു ചളിക്കുണ്ടാണ്. ഒരിക്കൽ വീണാൽ തിരിച്ചു കയറാൻ പ്രയാസമാണ്. ചാണക്യന്റെ അഭിപ്രായത്തിൽ മദ്യവും ചൂതാട്ടവും നിങ്ങളുടെ പണം മാത്രമല്ല നശിപ്പിക്കുന്നത്, അത് നിങ്ങളുടെ ചിന്താശേഷിയെയും വിവേകത്തെയും ഇല്ലാതാക്കുന്നു. അവിടെ നിങ്ങൾ പണം മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, നിങ്ങളുടെ സമയം, അന്തസ്സ്, കുടുംബത്തിന്റെ വിശ്വാസം, എല്ലാറ്റിലുമുപരി നിങ്ങളുടെ സമാധാനം എന്നിവ അവിടെ ഹോമിക്കപ്പെടുന്നു. അത് ആത്മനാശത്തിലേക്കുള്ള കവാടമാണ്. 3. നിങ്ങളെ ആവർത്തിച്ച് അപമാനിക്കുന്ന ഇടങ്ങൾ. അത് നിങ്ങളെ ബന്ധുക്കളുടെ വീടോ ഒരു ചടങ്ങോ എന്തിന് നിങ്ങളുടെ ജോലിസ്ഥലമോ ആകാം. അപമാനമെന്നത് ഒരു സ്ലോ പോയിസനാണ്. അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ പതുക്കെ കൊന്നുകളയും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അപമാനിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് വീണ്ടും പോകുമ്പോൾ നിങ്ങളെ അപമാനിക്കുന്നത് തെറ്റല്ല എന്ന സന്ദേശമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. ലോകം നിങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെത്തന്നെ ബഹുമാനിക്കണം. 4. 2 ശക്തന്മാർ തമ്മിലുള്ള തർക്കത്തിന്റെ നടുവിൽ. 2 വമ്പന്മാർ തമ്മിൽ പോരടിക്കുമ്പോൾ അവർ രണ്ടുപേരും നിങ്ങളെ അവരുടെ പക്ഷത്തേക്ക് വിളിച്ചേക്കാം. എന്നാൽ ആ പോരാട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്നത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്. അതൊരു കാട്ടുതീ പോലെയാണ്. അതിൽ നിങ്ങൾ കരിഞ്ഞുപോകും. അവർ നിങ്ങളെ ഒരു വെറും ആയുധം മാത്രമായി ഉപയോഗിക്കും. അവരുടെ തർക്കം അവസാനിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ശത്രുവായി മാറും. ബുദ്ധിമാൻ ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും സ്വന്തം സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. 5. നിങ്ങളുടെ സഹായത്തിന് വിലയില്ലാത്ത ഇടങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജ്ജവും സ്നേഹവും പകർന്നു നൽകിയിട്ടും പകരം അവഗണനയും നന്ദികേടും മാത്രം ലഭിക്കുന്ന ഇടങ്ങൾ ഉണ്ടോ? എങ്കിൽ അവിടെ നിന്ന് പടിയിറങ്ങേണ്ട സമയമായി. ദയ എന്നത് വലിയൊരു ഗുണമാണ്. എന്നാൽ അത് അർഹിക്കാത്തവരുടെ മേൽ ചൊരിയുന്നത് സ്വന്തത്തോടുള്ള അനീതിയാണ്. അത്തരം ആളുകൾ നിങ്ങളുടെ നന്മയെ ഒരു ബലഹീനതയായി കാണുകയും നിങ്ങളെ ചൂഷണം ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണത് നിങ്ങളെ വിലമതിക്കുന്നവർക്കായി മാത്രം മാറ്റിവെക്കുക. 6. നുണയുടെ ഭാഗമാകേണ്ടി വരുന്ന ഇടങ്ങൾ. ഒരു നുണ നിലനിർത്താനോ അല്ലെങ്കിൽ ഒരു തെറ്റ് മറച്ചുപിടിക്കാനോ നിങ്ങളെ ആരെങ്കിലും ഒരു ഇടത്തിലേക്ക് വിളിക്കുന്നുവെങ്കിൽ അത് നിരസിക്കുക. നിങ്ങളുടെ സത്യസന്ധത പരീക്ഷിക്കപ്പെടുന്ന ഇടമാണത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഒരു ചെറിയ നുണ നിങ്ങളെ വലിയൊരു നുണയുടെ വലയിലേക്ക് നയിക്കും. ഒരിക്കൽ നിങ്ങളുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെട്ടാൽ പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയില്ല. സത്യത്തിന്റെ പാതയാണ് ഏറ്റവും സുരക്ഷിതം. 7. അവിഹിതമായ ഉദ്ദേശ്യത്തോടെയുള്ള ഏകാന്തത. പരപുരുഷന്റെയോ പരസ്ത്രീയുടെയോ കൂടെ തെറ്റായ ലക്ഷ്യങ്ങളോടെ ഏകാന്തതയിൽ സമയം ചെലവഴിക്കുന്നത് ചാണക്യൻ കർശനമായി വിലക്കുന്നു. ഇത് നിങ്ങളുടെ സ്വഭാവശുദ്ധിയെ തകർക്കുന്ന ഒന്നാണ്. ഇതിന്റെ ആഘാതം ഭയാനകമായിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല. നിങ്ങളുടെ കുടുംബത്തെയും ഭാവിയെയും സമൂഹത്തിലെ നിങ്ങളുടെ സ്ഥാനത്തെയും ഇത് എന്നേക്കുമായി ഇല്ലാതാക്കും. ചാണക്യന്റെ നയമനുസരിച്ച് ഒരാളുടെ സ്വഭാവത്തിൽ ഒരിക്കൽ കറ പുരണ്ടാൽ അത് മായ്ച്ചു കളയുക അസാധ്യമാണ്. സുഹൃത്തുക്കളെ, ഈ 7 കാര്യങ്ങൾ വെറുമൊരു നിയമങ്ങളല്ല, മറിച്ച് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള ഒരു വഴിവിളക്കാണ്. നമ്മുടെ സമ്പത്തിനേക്കാൾ വിലയുള്ള ചില കാര്യങ്ങളുണ്ട്. അന്തസ്സ്, നമ്മുടെ സമാധാനം, നമ്മുടെ സ്വഭാവശുദ്ധി. ഈ 7 സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സമ്പാദ്യങ്ങളെ സംരക്ഷിക്കാൻ കഴിയും.
ആചാര്യ ചാണക്യന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. ഇത്തരം കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.